ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നിൽക്കുന്നത് പനമരത്തടുത്തുള്ള കൊറ്റില്ലം എന്ന പ്രദേശത്താണ്. ദേശാടൻ പക്ഷികളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊറ്റില്ലം. കൊക്കുകൾ, നീർക്കാക്കകൾ, ചെറിയ ചെറിയ പക്ഷികൾ, വെറൈറ്റി പല കളറിലുള്ള പക്ഷികൾ എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുള്ളൊരു സ്ഥലമാണ് കൊറ്റില്ലം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ഇവരെ ഇര തേടി പോയിരിക്കുകയാണെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞിരിക്കുന്നത്. ഒരു 6-6:30 സമയത്ത് എല്ലാവരും ഇവിടെ തിരിച്ചെത്തുമെന്നും ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു 5:30 സമയമായി. ഒരു 6:30 ആകുമ്പോൾ നമുക്കിതെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ദേശാടന പക്ഷികളെ സ്നേഹിക്കുന്നവർക്ക്, ഇതിൽ ഗവേഷണം നടത്തുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഈ കൊറ്റില്ലം. അതേപോലെ സായന്തനങ്ങളിലൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് ഈ കൊറ്റില്ലം. കബനി നദിയുടെ 5 ഏക്കറോളം വരുന്ന തുരുത്തിലാണ് ഈ കൊറ്റില്ലം സ്ഥിതി ചെയ്യുന്നത്. ജൂൺ മാസം മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായി ഡിസംബറിൽ തിരിച്ചു പോകുന്നതാണ് ഇവിടുത്തെ അവസ്ഥ. അരിവാൾ കൊക്കിൻ്റെ കേരളത്തിലെ ഏക പ്രജനന കേന്ദ്രമാണ് ഈ കൊറ്റില്ലം. ഇവിടെ അരിവാൾ കൊക്ക്, കാലിക്കൊക്ക്, പാതിരാക്കൊക്ക്, ചാരക്കൊക്ക്, വെള്ളരിക്കൊക്ക്, ചെറുമുണ്ടി, നീർക്കാക്ക തുടങ്ങിയവരാണ് സ്ഥിരം താമസക്കാർ. ഒപ്പം ദേശാടന പക്ഷികളും. ജൈവ വൈവിധ്യം നിറഞ്ഞ ഈ പ്രദേശം എന്തുകൊണ്ടും സംരക്ഷിക്കപ്പെടേണ്ടതാണ്.